ശ്രീ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമമണ്ഡലത്തിൽ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മന്ത്രി ശിവൻകുട്ടി വളരെ തരംതാണ രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നതിൻ്റെ അവസാന ഉദാഹരണമാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ അപരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കൊണ്ട് ശിവൻകുട്ടിയും CPMും നടത്തുന്ന കളി. ഇവിടെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ ലിസ്റ്റിൽ ഒരു രാജീവ് കുമാർ GS എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ആ രാജീവ് കുമാർ GS തിരുവനന്തപുരത്തുകാർക്കും കരമനക്കാർക്കും ഒക്കെ വളരെ പരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. അയാൾ ആൾക്കാർക്ക് പരിചിതനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ CPIMന്റെ ആറന്നൂർ A ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയാണ് അപരനായിട്ട് CPM നിർത്തിയിരിക്കുന്ന രാജീവ് കുമാർ GS എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. ഇത് നേമം ജനതയെ പറ്റിക്കുന്ന പണിയാണ് ശിവൻകുട്ടി ചെയ്യുന്നത്. നേമം ജനതയെ വിഡ്ഢിയാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം അവിടുത്തെ MLA എന്ന നിലയിൽ സകല സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേഖർ എന്ന BJP നേതാവിനെതിരെ സ്വന്തം സഖാവിനെ അപരനായിട്ട് നിർത്തിയിട്ട് നേമം മണ്ഡലത്തിലെ ജനതയെ വിഡ്ഢിയാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരാജയ ഭീതി പൂണ്ട ശിവൻകുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള എല്ലാ പരാക്രമവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് അസംബ്ലിയിൽ കാണിച്ച പരാക്രമങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന പരാക്രമമാണ് ശിവൻകുട്ടി ജനാധിപത്യത്തെ അവഹേളിച്ചുകൊണ്ട് നേമം നിയോജക മണ്ഡലത്തിൽ കാണിച്ചിരിക്കുന്നു. ഞാൻ ശ്രീ ശിവൻകുട്ടിയെയും അതോടൊപ്പം തന്നെ CPMനോടും ആവശ്യപ്പെടുന്നത് അവർ വ്യക്തമാക്കണം, ശിവൻകുട്ടിയും CPMും വ്യക്തമാക്കണം. ഇത് ജനാധിപത്യത്തെ അവഹേളിക്കാനായിട്ട് നിങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിലുള്ള അപര സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണോ, അതോ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള രാജീവ് വിമത സ്ഥാനാർത്ഥിയായിട്ട് ശിവൻകുട്ടിക്കെതിരെ CPM വിമത സ്ഥാനാർത്ഥിയായിട്ടാണോ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം ശിവൻകുട്ടി വ്യക്തമാക്കണം. ഞങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട്. നേമം നിയോജക മണ്ഡലത്തിൽ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റുന്ന പ്രവർത്തനം ഇതിനോടകം NDAക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് CPMകാരുടെ കുടുംബങ്ങളിൽ നിന്നും കോൺഗ്രസ്സുകാരുടെ കുടുംബങ്ങളിൽ നിന്നും അവിടുത്തെ യുവാക്കൾ ആബാലവൃദ്ധം ജനങ്ങളുടെ പിന്തുണ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇത്തരത്തിലുള്ള തരംതാണ പണി ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്ന് CPMനെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മുമ്പ് ഇത്തരത്തിലുള്ള പണികൾ നടത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് ശ്രീ K സുരേന്ദ്രനെ തോൽപ്പിക്കാനായിട്ട് അപരന്മാരെ നിർത്തിക്കളിച്ച നാടകം പ്രബുദ്ധരായിട്ടുള്ള തിരുവനന്തപുരത്തെ നേമം നിവാസികളോട് കാണിക്കരുത്. അത് ആ നാടിനെ അപമാനിക്കുന്നതിനും അവഹേളിക്കുന്നതിനും തുല്യമാണ് എന്ന് ശിവൻകുട്ടിയെ ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ അധിക്ഷേപിക്കുന്ന, നേമം ജനതയെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ശിവൻകുട്ടിക്കെതിരെ എല്ലാവരും പ്രതികരിക്കണമെന്നാവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഈ രാജീവ് എന്ന് പറയുന്നത് അപരനാണോ അതോ വിമതനാണോ എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും ശിവൻകുട്ടിയും വ്യക്തമാക്കണം എന്നുകൂടി BJP NDA ആവശ്യപ്പെടുകയാണ്. ഇതാണ് സഖാവ് രാജീവിൻ്റെ പടം. ഇതാണ് BJPയുടെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വിമത സ്ഥാനാർത്ഥിയായിട്ട് CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശിവൻകുട്ടി നിർത്തിയിരിക്കുന്ന അപര സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഇതാണ്. ഇദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു അറിയപ്പെടുന്ന സഖാവാണ്, CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, അതോടൊപ്പം തന്നെ CPMന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഇതിലപ്പുറം തരം താഴണോ ഇവിടുത്തെ മന്ത്രി ശിവൻകുട്ടി? നേമം മണ്ഡലത്തെ ഇതിലപ്പുറം നിങ്ങൾ അവഹേളിക്കണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ എന്താ നടപടി എടുത്തേക്കുന്നത്? അത് ചെയ്യേണ്ട ഇലക്ഷൻ കമ്മീഷൻ എടുക്കേണ്ട നടപടി ഇലക്ഷൻ കമ്മീഷൻ എടുക്കും.
അതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടർ ചോദ്യമല്ല ചോദിക്കേണ്ടത്. അതിനെക്കുറിച്ച് CPM-നോട് പോയിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാൻ പറയും. അത് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിച്ചല്ലേ. അതിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ സീൽ ഞങ്ങളുടെ ഒരു കത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ കത്തിൽ എങ്ങനെ വന്നു എന്ന് ഇലക്ഷൻ കമ്മീഷനല്ലേ വിശദീകരിക്കേണ്ടത്? BJP ആണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ വക്താവായിട്ടല്ലല്ലോ, ഞാൻ BJP-യുടെ വക്താവായിട്ടല്ലേ നിൽക്കുന്നത്. അതെ, അങ്ങനെയുള്ള വിഡ്ഢികൾ ഒത്തിരി ഉണ്ടല്ലോ. ആ വിഡ്ഢികളുടെ മുഴുവൻ ആരോപണത്തിന് ഉത്തരം പറയാൻ വേണ്ടി നമ്മൾ സമയം കളഞ്ഞാൽ നമുക്കിത് പോസിറ്റീവായിട്ട് വികസിത കേരളവും അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ സമയം കിട്ടില്ല. നാഷണൽ ലെവലിൽ വരെ ചർച്ചയായിരുന്നു. ഹോമത്തിനെ പോലെയുള്ള സുപ്രിയസിനെ പോലെയുള്ള നാഷണൽ ലീഡേഴ്സ് വരെ അത് ചർച്ചയാക്കുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. അതെ, ദേശീയ തലത്തിൽ വിഡ്ഢികൾ ഉണ്ടായിക്കൂടാന്നുണ്ടോ? സംസ്ഥാനത്ത് മാത്രമേ വിഡ്ഢികൾ ഉണ്ടാവൂ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ദേശീയ തലത്തിലും വിഡ്ഢികൾ ഉണ്ടാവാം. അവർ ചർച്ച ചെയ്തോട്ടെ, അതിനൊക്കെ നമ്മളെന്തിനാ ഉത്തരം പറയണം? ഒരിടത്ത് സീലടിക്കാൻ സീല് കാണാതാവും. അല്ല, ഞാൻ വളരെ ഗൗരവത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ സ്വന്തം സഖാവിനെ അപരനാക്കി നിർത്തി കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു സീൽ ആരടിച്ചു, സീൽ അടിച്ചുകൊണ്ട് പോയതാണോ മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ എന്നുള്ള 3-4 ദിവസങ്ങൾക്ക് മുമ്പ് പഴകിയ വ്യക്തമായിട്ടുള്ള ഉത്തരം പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞ ഒരു വിഷയം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ കേരളത്തിലെ ജനാധിപത്യത്തെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന ഏറ്റവും ദ്രോഹകരമായിട്ടുള്ള CPM-ന്റെ ഒരു തരംതാണ പണിയെ സംബന്ധിച്ച് തെളിവുകൾ സഹിതം ഇവിടെ അവതരിപ്പിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ല, CPM-ആയിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോഴത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇതൊക്കെ ഗതികേടാണെന്നേ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ CPM-ആയിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് അവരെ സ്ഥാനാർത്ഥിയായിട്ട് ജനാധിപത്യത്തെയും അതോടൊപ്പം തന്നെ CPM-ന്റെ അണികളെ പോലും വഞ്ചിക്കുന്ന ഈ നാണംകെട്ട പടി എന്തിനാ ഈ CPM ഇതുപോലെ മൂന്നാം കിട പടി ചെയ്യുന്ന എന്തിനാ? ഈ ശിവൻകുട്ടി ഇത്രയും തരം താഴ എന്തിനാ? ഞാൻ വായിച്ചില്ല. CPIM-ന്റെ ആറന്നൂർ A ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയാണ് ഈ വിദ്വാൻ. ഈ രാജീവ് എന്ന് പറയുന്ന അപരനോ അല്ലെങ്കിൽ വിമതനോ എന്താണെന്ന് CPM പറഞ്ഞോട്ടെ, ശിവൻകുട്ടി പറഞ്ഞോട്ടെ. സഖാവ് രാജീവ് വിമതനാണെന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ സഖാവ് രാജീവ് ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ 5 വോട്ട് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയിരിക്കുന്ന അപരനാണെന്ന് പറഞ്ഞോട്ടെ. അത് CPM-ആ പറയേണ്ടത്. ഓക്കെ, അല്ല, കേരളത്തിൽ CPM-ഉം കോൺഗ്രസും SDPI-യും ജമായത്ത് ഇസ്ലാമിയും ഒക്കെ ചേർന്നിട്ട് രാജ്യത്തിനെതിരെ BJP-ക്കെതിരെ വികസനത്തിനെതിരായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ട് ഇന്നലകളിലുണ്ടായിട്ടുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്തോറും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ശരി, കേരളത്തിലെ ജനത ഇന്ന് കുറച്ചുകൂടി പക്വതയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ അവബോധവുമുള്ള ജനതയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടത് ഈ നാടിൻ്റെ മുഴുവൻ ജനതയെയും ഉൾക്കൊള്ളുന്ന പാർട്ടി, വർഗീയത ലെവലേശം തൊട്ട് തീണ്ടാതെ നാടിൻ്റെ വികസനം പറയുന്ന ഒരൊറ്റ മുന്നണിയെ ഈ കേരളത്തിലുള്ളൂ. അത് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ മതത്തിനും ജാതിക്കുമൊക്കെ അതീതമായി BJP-ക്കും NDA-ക്കും അനുകൂലമായിട്ട് ചിന്തിക്കുന്ന പ്രബുദ്ധരായിട്ടുള്ളൊരു പുതിയ കേരളത്തിൻ്റെ വോട്ടെടുപ്പാണ് വരാൻ പോകുന്നത്. ഞങ്ങൾക്ക് അതിൽ അല്പം പോലും ഉത്കണ്ഠയില്ല. SDPI-യും ജമായത്തിയും അടങ്ങുന്ന മുന്നണിയാണോ കേരളം ഭരിക്കേണ്ടത്, അതോ വികസനം പറയുന്ന നരേന്ദ്രമോദിയുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ NDA ആണോ എന്ന് കേരളം തീരുമാനിക്കും. അതിൽ ഞങ്ങൾക്ക് തികച്ചും ആത്മവിശ്വാസമുണ്ട്.
വെല്ലുവിളിക്കുന്നു. ഇങ്ങനെയൊക്കെ പുകമറ സൃഷ്ടിച്ച് കോൺഗ്രസ്സുകാരൻ്റെ പാരമ്പര്യവും കോൺഗ്രസ്സുകാരൻ കിലുകിലുങ്ങുന്ന വെള്ളിക്കാശിന് വേണ്ടി സ്വന്തം പ്രസ്ഥാനത്തെ വിറ്റുതൊലച്ച് നശിപ്പിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അവരുടെ പാരമ്പര്യം മനസ്സിലാവും. ഞങ്ങളെപ്പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ആദർശപരമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. അധികാരത്തിൻ്റെ പുറകെ പോകുന്ന പ്രസ്ഥാനമല്ല. ഞങ്ങളുടെ ഓരോ കൗൺസിലർമാരും പ്രതിബദ്ധതയോടുകൂടി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. എല്ലാ കൗൺസിലർമാരെയും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. അത് കോൺഗ്രസ്സുകാരൻ്റെ സർട്ടിഫിക്കറ്റൊന്നും ഞങ്ങളുടെ കൗൺസിലർമാരെ സംബന്ധിച്ച് ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു.